നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. ബഹുമാനികൾ, ട്രംപ് വീണ്ടും അമേരിക്കയിൽ അധികാരത്തിലെത്തി. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 10:30 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അത് വലിയൊരു സംഭവമാണ്. ഗസ ഉടമ്പടി ഒപ്പുവെച്ചു. കുറച്ച് ബന്ദികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു. ഇതൊക്കെ നടക്കട്ടെ, സ്വാഭാവികമായിട്ടുള്ള ആവശ്യം. നമ്മൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വന്നാൽ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ ജഡ്ജി വിധിച്ചു. ആ കുട്ടി ചെയ്തത് അത്ര ഒരു നീചമായ പ്രവൃത്തിയാണ്. പക്ഷെ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണമെന്നും യമനിലെ ആ സ്ത്രീയെ വെറുതെ വിടണമെന്നും പറഞ്ഞു വരുന്ന ഒരു തരം രണ്ട് വിഭാഗക്കാർ പറയുന്നു. ഒരു വിഭാഗം രണ്ട് തരത്തിൽ പറയുന്നു. അതെന്ത് നീതിയാണ്? യമനിലെ ആ സ്ത്രീ ചെയ്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ആകട്ടെ, ആ സ്ത്രീ ചെയ്തത് വിശ്വസ്തനായ ഒരു പാർട്ട്ണറെ, കള്ളനായിരിക്കാൻ കൊല്ലാത്തതായിരിക്കും, നമുക്കറിയില്ല. ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി കഷ്ണിച്ച് വാട്ടർ ടാങ്കിൽ ഇട്ടുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അവരല്ലെന്ന് അവിടെ തെളിയിക്കണം. അപ്പം അതിന് വെറുതെ വിടണം എന്ന് നമ്മൾ വാദിക്കുകയും ഇവിടെ വ്യാഖ്യാനം അതെന്ന് വെച്ചാൽ അമുസ്ലിം കോണുകളിൽ നിന്ന് ചില എതിർപ്പുകളൊക്കെ വരുന്നു. അവർ ഉദാഹരണ സഹിതം പറയുന്നു. ഞാൻ ഈ മൗലവിമാരോട് ചോദിക്കുന്നത്, നമ്മളൊരു മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ കീഴിൽ നടത്തുന്ന ഒരു പരിപാടി, അതിൽ നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചുള്ള വ്യായാമവും മുറയും സഹകരണമൊക്കെ ഇന്നത്തെ രീതിയിലും എന്നത്തെ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ ഒരു രീതിയുള്ളൂ, രണ്ട് രീതിയില്ല. കാലം മാറിയാൽ രീതി മാറില്ല. ആ രീതിയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കേവലം ഒരു സാംസ്കാരിക സംഘടന, അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മുസ്ലിം പേരുകാരൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ പള്ളിയിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മതമായിട്ട് കാണിക്കുമ്പോൾ മതം കൊണ്ടുവന്ന് ആണുകൊണ്ട് ഒരുമിച്ച് പാടില്ല. നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങൾ പങ്കെടുക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, സിനിമയുടെ 111ാമത് വാർഷിക ദിനമാണ് കഴിഞ്ഞ അടുത്ത 2 മാസം കഴിഞ്ഞ് എറണാകുളത്ത് നടക്കുന്നത്. 111ാമത്. ആ സിനിമയിൽ മുസ്ലിം നാമധാരികൾ എത്രയോ പേര് സിനിമ പിടിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടപഴകുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നതല്ലെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസം നിങ്ങൾ കാണണ്ട. പക്ഷെ നിങ്ങൾ രഹസ്യമായിട്ട് എത്ര പേര് പോയി കാണുന്ന സിനിമ കാണുന്നുണ്ട്. എത്ര പുരോഹിതന്മാർ മൗലവിമാർ സിനിമ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വിഷയം ആചാരങ്ങൾ വ്യാഖ്യാനം കൊടുക്കാതിരിക്കാൻ നല്ലതെന്ന് എളിയ ബുദ്ധിയിൽ ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഞാൻ സിനിമയുടെ ഉദാഹരണമാണ്. സിനിമയിൽ കാണിക്കുന്നില്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, സംഭവിച്ചു. പ്രത്യേകിച്ച് മുസൽമാനെ. അതേസമയം മുസൽമാൻ ഒരു രജിസ്റ്റേർഡ് മുസ്ലിം സംഘടന, അല്ലെങ്കിൽ ജമാഅത്ത് കൗൺസിൽ, അല്ലെങ്കിൽ മുസ്ലിം പള്ളി കമ്മിറ്റി, ഇവരൊക്കെ ചെയ്യുകയാണെങ്കിൽ പരസ്യമായിട്ടുള്ള ഈ സഹകരണം നല്ലതല്ല. പക്ഷേ ഇവിടെ പോലെ ആ പരിഷ്കൃതവാദികൾ എന്ന് പറയുന്ന വെച്ചാൽ ആ മുസ്ലിം സഹോദരങ്ങൾ, സ്ത്രീ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് ഇടപഴകാൻ അവസരം വേണം എന്നൊക്കെ പറഞ്ഞ് മുറകൂടി വിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സ്ത്രീ വിമോചനവാദികൾ അല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആസാം യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിൽ ആണിനും പെണ്ണും ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞാൽ അവിടെ പിള്ളേർ സമരം ചെയ്ത് ഗവൺമെൻറ് അനുവദിച്ചു. അവിടെ 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് നല്ല ശതമാനം പെൺകുട്ടികൾ ഗർഭിണിയായി. ഇതൊക്കെ കെട്ടുകയില്ല, ഉണ്ടായ സംഭവമാണ്. കാരണം ഇത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. ഞാൻ പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് 1-2 ചെറിയ കാര്യങ്ങൾ പറയണം. ഒന്ന്, തൃശ്ശൂർ ജില്ലയിലെ മറ്റോ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നേഴ്സറി ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ വായിച്ചാണ്. 14-15 വയസ്സുള്ള കുട്ടികൾ ഗർഭിണിയുടെ ഭർത്താവ് നമ്മുടെ അച്ഛനും അമ്മയാണ്.
ജയഭാരതി പോലെ കിടക്കറയിൽ നമ്മൾ പലതും കാണിക്കും, അല്ല പരസ്യം കാണിക്കാൻ പറ്റില്ല എന്ന് പോലെ അത് ചില കാര്യം ചെയ്യുക. അതൊക്കെ ഗോപ്യമായിരിക്കണം. ഇപ്പോൾ 3, 4, 5 വയസ്സുള്ള കുട്ടികൾ പോലും കുട്ടികളുടെ സ്ഥാനത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് കുട്ടികളിൽ അത് അപകടം ഉണ്ടാക്കും. ചില കുട്ടികൾ ഉറങ്ങാമെന്ന് വിചാരിക്കും, അവർ കണ്ടുപിടിക്കുക. അവർ അങ്ങനെയാണ് ഒരു കൊച്ചു നഴ്സറിയിൽ ഒരു കുട്ടി, അവിടുത്തെ നഴ്സറിയുടെ കൊച്ചു മുകളിൽ കയറി, എന്ത് കിടന്നോ അറിയില്ല, എന്താ ചോദിച്ചാണ് അച്ഛനെ അമ്മയുടെ മുഖത്തുകൾ കണ്ടു. അങ്ങനെ കാണിക്കില്ല. അതൊക്കെ രഹസ്യമായിട്ട് നിൽക്കണം, രഹസ്യമായിട്ട് വയ്ക്കണം. അതൊന്ന്. അതിനേക്കാളൊക്കെ ഉപരി ഇവിടെ നമ്മൾ സെക്സ് ഫിലിമും പോൺ ഫിലിമൊക്കെ നിരോധിച്ചു ഓരോ ശിക്ഷ കൊടുക്കാനൊക്കെ ഒരുപാട്. പക്ഷേ അതിൽ കാണുന്ന മുഴുവൻ കൊച്ചു കുട്ടികൾ മൃഗങ്ങളായിട്ട് അങ്ങനെ അശ്ലീലമായ അല്ലെങ്കിൽ ശീലമല്ലാത്തത്, ആരോഗ്യപരമായില്ലാത്ത രീതിയിൽ പല പല മോശം ചിത്രങ്ങൾ കാണിച്ച് അത് ഈ കുട്ടികൾ കണ്ട് പഠിക്കുന്നുണ്ട്. അതാണ് ഈ 5ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. അവർക്കറിയില്ല, അവർ കണ്ട് അനുകരിക്കാൻ നോക്കാണ്. ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ ആർ 2 legs. ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻസ് ആർ 2 legs. അതിൽ അനുകരണവും തള്ളിക്കലാണ് ജീവിതത്തിൽ 2 കാലുകൾ, പാദങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുട്ടികൾ അനുകരിക്കാൻ നോക്കും, അവർ പറയാൻ പറ്റില്ല, അവർ ജന്മവാസിയാണ് അനുകരണം എന്നുള്ളത്. ഇതാണ് ഇടുക്കിയിലെ ഒരു കുട്ടി ഒരു കൊച്ചു കുട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരെന്താണ്, അച്ഛൻ കണ്ടുകൊണ്ടിരുന്ന ബ്ലൂ ഫിലിം അച്ഛൻ കണ്ടു പോയി കഴിയുമ്പോൾ ഈ മകന് കണ്ട് അങ്ങനെ അത് മനസ്സിലാക്കിയെന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം എല്ലാ കുട്ടികളെ എല്ലാം നമുക്ക് വീട്ടിൽ പൂട്ടിയിടാൻ പറ്റുമോ? അച്ഛനും അമ്മയും നോണ്ട്, ശരിയാണ്. വീട്ടിൽ ബന്ധുക്കൾ വരാൻ പറ്റുമോ? അവരെല്ലാം 2 പേരും മുറിയിലിട്ട് പൂട്ടാനൊക്കെ പറ്റുമോ? അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓരോ കണ്ണുണ്ടായിരിക്കണം. അതൊത്ത് അച്ഛനായും കൊള്ള, ആങ്ങളെയാലും കൊള്ള, പെങ്ങളായാലും കൊള്ള, ആരായാലും കൊള്ള. നിർത്തുക. അതാ പറഞ്ഞ് അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം, ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം. നമ്മൾ ഭാര്യയുടെ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല, അമ്മയുടെ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല. അതെല്ലാം വ്യത്യസ്തമാണ്. അമ്മയ്ക്ക് മകൻ തമ്മിലുള്ള ആ സ്ഥാനമുണ്ട്, ബഹുമാനം. അത് ആ സ്ഥാനത്ത് പകരം ആരും വയ്ക്കാൻ പാടില്ല, അത് അപകടം ചെയ്യും. അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മുസ്യാർ അല്ലെങ്കിൽ പുരോഹിത വർഗം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പുരോഹിത വർഗത്തോട് പറയുകയാണ്, നിങ്ങൾ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ അത് എല്ലാ വശങ്ങളും അനുസരിച്ച് വേണം വ്യാഖ്യാനം കൊടുക്കാൻ. അതല്ല നമ്മുടെ എല്ലാം പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങൾ ഖുർആൻ ഒരു ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ നിങ്ങൾ മുൻപിലുള്ള ആയത്തും ശേഷമുള്ള ആയത്തോട് താരതമ്യം ചെയ്ത് പഠിച്ച ശേഷമാണ് മൊത്തത്തിൽ വ്യാഖ്യാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ സംഭവം അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം പറയാം. എടുത്ത വഴി ഖുർആൻ തോന്നു വെച്ചുകൊണ്ട് അതങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ പോലൊരു വ്യത്യസ്ത സമുദായങ്ങൾ അധിവസിക്കുന്ന ഭൂമി, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രത്യേക സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അതനുസരിച്ച് മുന്നോട്ട് പോകും. അത് ഒരു സംഭവം. മറ്റൊന്ന്, ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. 5-ാം തീയതി വോട്ടെടുപ്പ്, 8-ാം തീയതി എണ്ണും. കോൺഗ്രസ് നിലപാട് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് എങ്ങനെ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അതിൽ ഒരു കാര്യം, യോഗേന്ദ്ര യാദവ് എന്നൊരാളെ, അങ്ങനെ ആദ്യമായിട്ടൊരു യാദവ് അറിയപ്പെടുന്ന നേതാവായിട്ട് AICCയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലോ വരാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കോൺഗ്രസ് ഏതാണ്ട് 10% വന്ന യാദവിൽ അറിയപ്പെടുന്ന നേതാവ് കോൺഗ്രസ് ഇല്ല. അതൊരു ക്ഷീണം തന്നെയാണ്, അപക്വമാണത്. അതുകൊണ്ട് യാതൊരു മുഴുവൻ മുലായത്തിൽ ലാലിൻ്റെ കൂടെ പോയി, ദളിത് മുഴുവൻ ഗാൻഷാരുടെ കൂടെ പോയി, കേരളത്തിൽ ഈഴവരാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരെ പോയി. പിന്നെ നിങ്ങൾക്ക് എവിടെ ആരുള്ളത്? അത് നല്ലൊരു സ്വഭാവമാണ്. പക്ഷേ ഞാൻ പറയും 10% താഴെയാണ് യാദവരുള്ളത്. 7-8% ഉള്ളൂ മൊത്തത്തിൽ. നമ്മൾ പറയുമ്പോൾ ഭംഗിമാർക്ക് 10 ഉള്ളൂ. ആ യാദവർക്ക് അറിയപ്പെടുന്ന ഒരു സ്ഥാനം കൊടുത്തത് നല്ലത് തന്നെ, യാതൊരു സംശയക്കാത്തില്ല. പക്ഷേ എന്താണ് പക്ഷക്ക് നീളം വരുന്നത്? പക്ഷേ 20% വന്ന മുസ്ലിം സമുദായത്തിന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഹുലിൻ്റെ കോൺഗ്രസ്, പിന്നെ പ്രിയങ്കയുടെ കോൺഗ്രസ്സിൽ എന്തുമാത്രം പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്, പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യണം. അറിയപ്പെടുന്ന ഒരു നേതാവിനെ ഞാൻ വീണ്ടും പറയട്ടെ, എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിക്കാൻ പാടില്ലെന്നും ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണം വരണമെന്നും കേരളത്തിൽ UDF ഭരിക്കുമെന്നാണ് നമ്മളിപ്പോഴത്തെ ആഗ്രഹം. നേരെ ആഗ്രഹങ്ങൾ ഉണ്ടായി, വ്യത്യസ്തമായിരുന്നു, അത് മാറ്റിപ്പോയി. അത് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പോക്ക് ശരിയല്ല.
കാരണം ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക തുറന്നു പറയും, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ, തുറന്നു പറയാലോ. മുസ്ലിം എന്ന് പറയാനോ ഒരു മുസ്ലിങ്ങളെ കൂടെ നിർത്താനോ അടുത്ത് നിർത്താനോ പറ്റുന്നില്ല. അവർക്ക് പറ്റും. കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്നാൽ താത്താമാരെ കൂടെ വെക്കാനും അത് കുഞ്ഞാക്കാടെ കൂടെ വെക്കാനും വീട്ടിൽ പോയി കാപ്പി കുടിക്കാനൊക്കെ തന്നെ. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞാൽ, ഇലക്ഷൻ കഴിഞ്ഞു പോയാൽ പിന്നെ ഈ വർഗമായിട്ട് അടുക്കാനോ പുറത്ത് പറയാനോ അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ മുസ്ലിം എന്ന് വാക്ക് പറയാൻ പോലും രാഹുൽ ഗാന്ധി പിന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രിയങ്ക കൊടുക്കുന്നില്ല, സോണിയ കൊടുക്കുന്നില്ല. സോണിയ കൊടുത്ത് ആകെ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾക്കറിയാവോ? ഞാൻ പറഞ്ഞുതരാം, തെറ്റെടുത്തിരുത്താട്ടോ. അഹമ്മദ് സാഹിബ് പാർലമെൻറ്റിനകത്ത് മരിച്ച് അത് അവിടുത്തെ അവർ പ്രധാന യോഗം മാറ്റിവെക്കാൻ പറ്റാതെ വേണ്ടി മരണം പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ പറഞ്ഞ സോണിയാഗാന്ധി ഈ മുസ്ലിം സമുദായം ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളൊരു കാര്യം പറയും, ഞാനിത് പരസ്യമാണ്, ലോകം മുഴുവൻ പോകുന്നില്ലേ, നിങ്ങൾക്ക് എതിർക്കാം. അങ്ങനെ പോരാ. 20% വരുന്ന മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ച് എൻ ബ്ലോക്ക് 99% നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നണിക്ക്. ഇത് നിങ്ങൾ എന്ത് പരിഗണന കൊടുക്കുന്നുണ്ട്? ഇത് പറയാതിരിക്കാൻ പറ്റുമോ? മുസ്ലിം സമുദായത്തെ 99% വോട്ട് എന്തിന് നിങ്ങൾ കണക്കാക്കുന്നില്ല? 4-3-7 ആണെങ്കിൽ അത് ശക്തിയില്ലേ? 20% വരുന്ന ജനങ്ങളുടെ പിന്തുണയും ശക്തിയും നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ലേ? പിന്നെ രാഹുലെ നിങ്ങൾ പിന്നെ എന്താണ് ഈ വധേരയുടെ കുരിശിട്ട വധേരയെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായി കണ്ടോ? ഞാൻ വേറൊരു കാര്യം പറയാതിരിക്കില്ല, ഈ ക്രിസ്ത്യൻ സമുദായത്തോട് യാതൊരു പിണക്കവും എനിക്ക് ക്രിസ്ത്യൻ സമുദായത്തിനും ഇല്ല. അതിൽ ക്രിസ്ത്യൻ സമുദായത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷേ ഇവിടെ ക്രിസ്ത്യൻകളും മുസ്ലിങ്ങളും സംഖ്യകളൊക്കെ പറയുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ എത്ര മണ്ഡലങ്ങൾ ക്രിസ്ത്യാനിക്ക് മാത്രം കഴിഞ്ഞ 15 ടേമിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 15 ടേമിൽ എറണാകുളം ജില്ലയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്, എല്ലാ ജില്ലകളിൽ 30% അവർ ക്രിസ്ത്യൻസ് ഉള്ളൂ. എന്നിട്ട് ആർക്കും ഒരു പരാതിയില്ല. പരാതി വേണ്ട, ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാണ്, അവർ വന്നോട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 100ഓളം സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ രംഗത്തുണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ. ഈ 100 പേര് ഒന്നും മെച്ചാൽ നീ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല ആക്കാനുള്ള എല്ലാം കൊണ്ട് ചോദിച്ചു തരാം. പക്ഷെ ആ സമുദായം നമുക്ക് 100 കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. 40 കൊടുക്കാൻ പറ്റുമോ? ഇപ്പം അതിന് മുസ്ലിങ്ങൾ ഉള്ളതിനേക്കാൾ ഒരുപടി കൂടുതലുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ. ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കാൻ പറ്റില്ലെന്ന് അവർ തന്നെ സഭ തന്നെ സമരം ചെയ്ത് ജനങ്ങൾ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ ഇത്രയുള്ളൂ, ഞങ്ങൾ എത്രയുണ്ട്, അതുവരെ അറിയില്ലായിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനിക്ക് ഇവിടെ ഏതാണ്ട് തുല്യമാണോ, ഒരു പരിധി വരെ മുസ്ലിമാണ് കൂടുതൽ നിൽക്കുക, ഒരു ധാരണയാണ് കേരള വോട്ടർമാർ സർക്കാരിൻ്റെ കളിയിൽ. പക്ഷെ അത് 80-20 കേസിൽ സമരം ചെയ്ത് ബോധ്യപ്പെടുത്തി, ഞങ്ങൾ മുസ്ലിങ്ങളാണ് കൂടുതൽ, ഞങ്ങൾ അത്രയില്ല, ഉള്ള വീതം കിട്ടുമെന്ന്. അത് ന്യായമാണ്, കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 15%, 15 ടേമായിട്ട് 5-15-70 15 ടേമിലും ഒരൊറ്റ മുസ്ലിമോ ഹിന്ദുവോട് ഈ സംഘം ജയിച്ചിട്ടില്ല. വാസ്തവത്തിൽ 30% താഴെയുള്ളൂ. ആർക്കും പരാതിയില്ല, പേരുടെ കാര്യമില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർജി പറഞ്ഞറിയും 2% മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യാനികൾ സമ്മതിച്ചു. പക്ഷെ അത് ഒരു ക്രിസ്ത്യാനിയും ജയിപ്പിച്ചിട്ടില്ല ഇരു മുന്നണി എന്നാണ്. അഡ്വക്കേറ്റ് വിജയ് ജയശങ്കറൊക്കെ പറയുന്നതൊക്കെ ആധികാരികമാണ്. അവർക്ക് കഴിവുള്ളവരാണ്, ബുദ്ധിരാക്ഷസന്മാരാണ്, അറിവ് നോളജ് അത് പകുതിയിലല്ല. എൻ്റെ പൊന്ന് ജയശങ്കർജി, ഞാനത് ഇന്നലെ പറഞ്ഞ് അല്ല, അവിടെ നിന്നല്ലേ, തിരൂരങ്ങാടിയിൽ നിന്നല്ലേ ശിവൻ AK അന്തോണി ജയിച്ചത്. 99% മുസ്ലിങ്ങളുടെ മണ്ഡലമാണ്. അങ്ങനെ 99% നോൺ മുസ്ലിമുകൾ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ഒരു മുസ്ലിം നിങ്ങൾ ജയിച്ചെടുക്കാൻ പറ്റുമോ? പൊന്മോതിരം ഇട്ട് തരാം, 5 പോയിൻ്റ് പൊന്മോതിരം ഇട്ട് തരാം. നിങ്ങൾക്ക് 99% മുസ്ലിം അല്ലാത്തൊരു മണ്ഡലത്തിൽ ഏതെങ്കിലും മുസ്ലിമിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിൻ്റ് പൊന്മോതിരം ഇട്ട് തരാം. വെറുതെ വന്നല്ല, രേഖയാണ് ഇതൊക്കെ. കാരണം എന്താണ്? സാധിക്കില്ല. അതാണല്ലോ രാഹുൽ ഗാന്ധിയൊക്കെ ഈ ലീഗിൻ്റെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അടുത്ത് വന്നത്. ഇത് ഒരു ക്രിസ്ത്യാനി കൂടുതലുള്ള സ്ഥലത്ത് പോയില്ല, ഹിന്ദുക്കൾക്കുള്ള പോയില്ല. അത് മഹാത്മാഗാന്ധി ബ്രാഹ്മണ പാരമ്പര്യം എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് ഹിന്ദുക്കൾ കൂടുതലിട്ടുവാണ് പോയില്ല. അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്, ഞാനാണോ എന്നൊരു സംശയം അവർക്ക് സംശയമുണ്ട്. ഞാൻ നിന്നാൽ ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമോ? പിന്നെ ആകെ വിശ്വസിക്കാവുന്ന ഒരു വർഗം ഇന്ത്യയിൽ കേരളത്തിലുള്ളതേ ഈ നിങ്ങൾ പറഞ്ഞ നികൃഷ്ടന്മാരെന്ന് പറയുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വാക്ക് വലിക്കും.
അന്തോണി നാണം കെടുത്തി നാണത്തിൽ മാറ്റിയതാരാണ്? ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ, പ്രത്യേക തിരുവരങ്ങയുടെ മുസ്ലിങ്ങളാണ്. ആന്റണി പറഞ്ഞാലും കേരളത്തിൽ ജനങ്ങൾ മറക്കൂല, ജയശങ്കർ പറഞ്ഞാലും കേരള ജനങ്ങൾ മറക്കൂല. അപ്പോൾ ഇങ്ങനെ ഇരുട്ടിനെ ഓട്ടുകൊണ്ട് ഇരുട്ടിനെ ഓട്ടെ ഇരുട്ടുകൊണ്ട് അടക്കും പോലെയാണ്, ഇരുട്ടുകൊണ്ട് ഓട്ടെ അടക്കും പോലെയാണ് ചില ബുദ്ധിമാന്മാരുടെ കളി. ഇത് ഈ സമുദായം എന്ത് പറഞ്ഞാലും കേൾക്കില്ല, അവർ പൊട്ടന്മാർ. ഇപ്പോൾ കേട്ടില്ലേ 50,000 കോടി സ്വത്തുള്ള മുനമ്പ് കേസ്, അവർ തമാമ്പിലൊക്കെ അടിച്ചു കളയാടുമ്പോൾ നമ്മളെന്നെ എടുക്കാം, അത് 1000 കോടി രൂപ പങ്കിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുള്ള രീതി നടക്കാണ്. അതിനർത്ഥം മുസ്ലിം സമുദായത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമില്ല, കുഴപ്പക്കാരല്ല. അപ്പം ഞാൻ പറയുക ഒരു കാര്യം പറയാം, ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾ തെറ്റുപറ്റി നിങ്ങളുടെ കഴിവ്. നിങ്ങൾ കാക്കാട് എറണാകുളം ചുറ്റുപാടൊക്കെ കാക്കാട് മേഖല പ്രത്യേകിച്ച് 80% ഭൂമിയും ക്രിസ്ത്യൻ സമുദായത്തിന് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. ഇത് വർഗീയ കുറ്റമൊന്നുമില്ല, പണം കൊടുത്ത് വാങ്ങിച്ചാലോ കൈയറിയില്ല. പക്ഷെ അപ്പോൾ നിങ്ങൾ അങ്ങനെ സംബന്ധിച്ച നിങ്ങൾ വർഗത്തെ അല്ലെങ്കിൽ വംശം നിലനിർത്താൻ ശ്രദ്ധിച്ചില്ല, പണത്തിന് പുറകെ പോയി, പണം നേടി. അപ്പോൾ എന്തു പറ്റി? വംശം നിന്നുപോയി. അതിനാരാ ഉത്തരവാദി? മുസ്ലിങ്ങളാണോ, ഹിന്ദുക്കളാണോ, ദളിതുകളാണോ? നിങ്ങൾ തന്നെ. നിങ്ങൾ പണത്തിന് പുറകെ പോയി. 1970 മുതൽ 2000, 2010 വരെ, അതിൽ 40 വർഷക്കാലം നിങ്ങൾ കേരളത്തിൽ സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കിയത്. അത് അമേരിക്കയിൽ പോകണം, വിദേശ പോകണം, പിന്നെ ഗൾഫിൽ പോകണം, ഒക്കെ കൊട്ടിക്കണം. നിങ്ങൾ കുന്നുകൂട്ടി വാങ്ങിച്ചു വെച്ചു. ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്, എറണാകുളത്തുണ്ട്, അല്ലാണ്ട്. ഇപ്പം അത് ഉപയോഗിക്കാൻ ആളില്ല. ഞാൻ അതൊന്നും കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കി അതുവഴി ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് ഒരു തെറ്റില്ല. അങ്ങനെയൊക്കെ വന്നുകൊണ്ട് കാക്കാടൊക്കെ മാറ്റം വന്നാലും ഇപ്പോഴും കുറുക്കം നൂറൊക്കെ കിടന്നേനെ, അതിലൊന്നും ഒരു പരാതിയില്ല. പക്ഷെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം വിട്ടുപോയി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എണ്ണം, കുട്ടികളുടെ എണ്ണമില്ലേ, അത് നിങ്ങൾ വിട്ടുപോയി ഈ ശ്രദ്ധക്കടയിൽ. അതേ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഈ 20% വിഭാഗത്ത് നിങ്ങൾ മാന്യമായിട്ട് അംഗീകാരം കൊടുക്കുന്നുണ്ടോ? ഇതൊരു കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ പേര് ഉച്ചരിക്കാൻ പോലും നിങ്ങൾക്ക് ഭയമാണ്. അങ്ങനെ നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ സംഘപരിപാടി എതിർത്ത് നിങ്ങൾ എങ്ങനെ ഭരണത്തിൽ കയറും? അപ്പോൾ നമ്മൾ വീണ്ടും പറയാണ്, ഇപ്പം ഇന്ന് 21 അടുത്ത 5-ാം തീയതി വോട്ടാണ്. 5-ാം തീയതി വോട്ട് കഴിഞ്ഞാൽ പിന്നെ 8-ാം തീയതി അറിയാം. അപ്പോൾ ഡൽഹിയിൽ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിപക്ഷത്തെങ്കിലും ആയില്ലെങ്കിൽ ഭരണം പോട്ടെ, അതൊന്നും പ്രതീക്ഷിക്കണ്ട, അത് കോൺഗ്രസിന് സാധിക്കുന്നില്ല. കാരണം അങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് ഈ വയനാട്ടിൽ വന്നല്ല ജയിക്കേണ്ടത്. ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കേണ്ടത് UP-യിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിലെ മണ്ഡലത്തിൽ നിന്നാണ്. അത് ചെയ്തില്ല. അവിടെ ഭരണമൊന്നും ഡൽഹിയിൽ പ്രതീക്ഷിക്കുന്നില്ല. പ്രതിപക്ഷങ്ങളാകണ്ടേ? നിങ്ങൾ ഭരണം BJPക്ക് അല്ലെങ്കിൽ ആം ആദ്മി കൊടുത്ത്, പ്രതിപക്ഷം BJPക്ക് ആം ആദ്മി കൊടുത്ത് നിങ്ങൾ നോക്കൂത്തിയാൽ നിൽക്കരുത്. അങ്ങനെ നോക്കൂത്തിയാണ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് അൺഫിറ്റാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറിക്കൊടുക്കണം, കളത്തിൽ നിന്ന് മാറിക്കൊടുക്കണം. അത് ആണുങ്ങളെ ഏൽപ്പിക്കണം. ആ ശിവകുമാരെ പോലെയുള്ള മിടുക്കരായ കഴിവുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട് ഇവിടെ കഴിവുള്ളത്, അവരെ ഏൽപ്പിക്കണം. അവർ ഭരണം കാണിച്ചിരും. അതാണ് സംഗതി. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഇടതുപക്ഷം ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ അടുത്ത UDF-ന് ഭരണം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിന് ചുമതലയുള്ള ആ പ്രഗത്ഭ വനിതയോട് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നറിയോ? സഭ ഗുണസഭ എന്നാ. എന്താണ് 2026 വെള്ളിയപ്പ് കൊണ്ടുപോകും, ആ രീതിയാണ് ഇവിടെ കളിക്കുന്നതാണ്. സത്യമല്ലേ ഇത്? അതിനുവേണ്ടി എന്തായാലും ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയുന്നത്. അതായത് BJPയും കോൺഗ്രസ് ലീഗ് BJP സഖ്യം ഉണ്ടായപ്പോൾ ഒരു രഹസ്യധാരണ ഉണ്ടായപ്പോൾ മാധ്യമം 10 പണി അതിനെതിരെ അങ്ങനെ എഴുതി ആ സഖ്യത്തെ പൊളിച്ചു. അത് ശരിയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യത്തിൽ UDF വരാതിരിക്കാൻ നോക്കല്ല, UDF വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇലക്ഷൻ കഴിയുന്നവർ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു സന്നാഹം? UDF വരാനായിട്ട് കേരളത്തിൽ UDF വരണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നില്ലാതെ രഹസ്യ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, ഒന്നിൽ പറയാണ്, ഈഴ വിഭാഗമാണ് 25% കേരളത്തിലുള്ളത്. അല്ല 70-80% LDF ആകില്ല. അതിപ്പോൾ ചെറിയ മാറ്റമേ ഉള്ളൂ. ബാക്കിയുള്ള 20%, 10% BJPയിൽ പോകും. ബാക്കി 10% കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ളൂ. ആ വിഭാഗത്തിൻ്റെ ആളാണ് സുധാകരൻ. ഇപ്പോൾ ജാതി നോക്കിയാണല്ലോ ചെയ്യുന്നത്. നായർ വീട് എന്നൊക്കെ പറയാൻ കാര്യം ജാതി നോക്കിയാണല്ലോ, അല്ലെങ്കിൽ സുധാകരൻ. ആ സുധാകരൻ്റെ ഓൾഡ് ഏജും പിന്നെ മറ്റ് സ്ഥിരക്കുറവും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ പുതിയൊരു KPC പ്രസിഡന്റ് ജാതി കൊടുക്കണ്ടേ? 1.5 വർഷമല്ലേ ഞാൻ ഇലക്ഷൻ ഉള്ളൂ.
അത് സമ്മതിക്കണ്ടോ? ക്രിസ്ത്യൻ സമുദായത്തിൽ മാന്യമായ ഒരാളെ ആര് വേണമെങ്കിലും തീരുമാനിച്ചോ, മാന്യമായ ഒരു നേതാവിനെ ഒപ്പത്തിനൊപ്പം നിർത്തണം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ അല്ല. പണ്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്ത് വന്നാലും ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യാനി, ചില സന്ദർഭങ്ങൾക്ക് ഒരു മുസ്ലിം വരും. ഹിന്ദുവിൽ നായരാകും ചോനാകും. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം രാഷ്ട്രീയമാണ്. അപ്പോൾ ആ നിലക്ക് നിങ്ങൾ ക്രിസ്ത്യൻ സാഹിത്യം ഉറപ്പാക്കണം കോൺഗ്രസ്സിൽ. അതാര് വേണമെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. രമേശൊക്കെ രംഗത്തുണ്ട്, പിന്നെ വി ഡി സതീഷനുണ്ട്, ഒക്കെ രംഗത്തുണ്ട്, നിൽക്കട്ടെ. ശശിയൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ, അത് കുഴപ്പമില്ലെന്നേ. അതുപോലെ പണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ ഏക്കാടി മാറ്റി വയ്ക്കും, ജീവിച്ചിരിക്കാറില്ല. ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസ് ഉണ്ടായതുപോലെ അതേ സ്വാധീനമുള്ള ഒരു ക്രിസ്ത്യൻ നേതാവിന് കേരളത്തിൽ അനിവാര്യമാണ്. ഇപ്പം നമ്മൾ പോലെ തലസ്ഥാനം മധ്യകലത്തിൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ഒരു അനിവാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളിപ്പോൾ പ്രകാശ് അടൂർ പ്രകാശിനെ KPCC പ്രസിഡന്റ് ആക്കണം. അദ്ദേഹം നിങ്ങളുടെ കോടീശ്വരനാണല്ലോ. വെള്ളാപ്പള്ളി നടേശൻ, ഏറ്റുമാനൂർ ഗോകുലം ഗോപാലൻ, ഇവരൊക്കെയാണ് ഈഴവ സമുദായത്തിലെ കോടീശ്വരന്മാർ. അവർ പറയും ഭരണ സമുദായത്തിൽ നീങ്ങുന്നത്. അപ്പോൾ അടൂർ പ്രകാശിനെ KPCC പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം മോശമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതുപോരാ. KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ, ഞാൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ സമുദായത്തെ ഏൽപ്പിക്കണം. അത് വർഗീയമല്ല, അത് ആ പ്രാസം ഒപ്പിക്കാനാണ്. വർഗീയമൊന്നുമല്ല, അത് ജാതി ചിന്തിക്കുന്നത് അങ്ങനെ വർഗീയമൊന്നുമല്ല. അത് ഒപ്പം തന്നെ ഒരു മുസ്ലിം കൊടുക്കണം. അത് മസ്റ്റാണ്. കാരണം 40% മുസ്ലിങ്ങളുള്ളിൽ ഈ ലീഗിനെ മാത്രം നിങ്ങൾ നമ്പി നയിക്കരുത്. ലീഗിൻ്റെ ഏതോ കാര്യം നടത്തി അവർക്കുള്ള കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ദേശീയ മുസ്ലിം എന്നതിൽ, കോൺഗ്രസ് മുസ്ലിം എന്നതിൽ അതുപോലെ അസനെയല്ല ഉദ്ദേശിക്കുന്നത്. അസനൊക്കെ എഴുതി തീർന്നാണ്, ഈ പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് കോൺഗ്രസ് നിൽക്കട്ടെ, മരിക്കളം നിൽക്കട്ടെ, കുഴപ്പമില്ല. അല്ലാതെ മിടുക്കരായ ആരെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലായിരിക്കില്ലല്ലോ. ചില വലത് കൈ സ്വാധീനം കുറഞ്ഞ സ്വാഭാവികത ഇടത് കൈ വരും. അത് മനഃശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഫിലോസഫിയാണ്. അതുപോലെ അസൻ പോയി അല്ലെങ്കിൽ മറ്റൊരാൾ പോയി ആരെങ്കിലും ആൾ വരും, അവൻ കഴിവുണ്ടായിക്കോളും. ഇപ്പോൾ CH ഉമ്മൻ സാഹിബ് ജനിച്ചപ്പോൾ കഴിവായിട്ട് വന്നില്ല, ഉമ്മൻചാണ്ടി ജനിച്ചപ്പോൾ കഴിവായിട്ട് വന്നില്ല. പ്രായോഗിക ജീവിതം കൊണ്ടും പ്രാക്ടിക്കൽ നോളജ് കൊണ്ടൊക്കെ ആയതാണ്. അതുപോലെ ആയി വരും. അത് ആകെ ഇപ്പോൾ കാണുന്ന ഒരാൾ ഇതാണ്, ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ നിങ്ങൾക്ക് വേറെ കാര്യമുണ്ട്, അദ്ദേഹം ഒരു മതവാദി പറയാൻ പറ്റില്ല. മുസ്ലിം വിശ്വാസി ആണോ എന്നുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവിടെ പോയി ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോഴേ മുസ്ലിം വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും ദൃഢപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ആട്ടെ, പേര് ഷാഫി പറമ്പിൽ നിന്നാണ്. അപ്പോൾ ആർക്കും പേടിക്കണ്ടല്ലോ, ദേശീയ മുസ്ലിം അത് ഇതിനൊക്കെ വലിയ തെളിവുകളോ. ഡൽഹി പാർലമെൻറ്റിൽ MP സ്ഥാനത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരൊറ്റ വാക്ക് മതി ഷാഫി പറമ്പിൽ യോഗ്യത തെളിയിക്കാൻ. എന്ത് യോഗ്യതയാണ്? ദേശീയ മുസ്ലിമാണ്. ജാതിക്കൊന്നും പ്രാധാന്യമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ആക്കാം, പറ്റുന്നില്ല. അതിനാക്കാൻ പറ്റും, ആക്കാതിരിക്കാൻ പറ്റുന്ന ആളെ ഡൽഹിയിലേക്ക് വിട്ടത്. ഇനി ഡൽഹിയിൽ നിന്ന് അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ വരാൻ എൻ്റെ പാടെന്താണ്? ഇവിടെ കുഞ്ഞാക്ക വന്നില്ല, ഒരിക്കൽ വല്ലതും വരാൻ ശ്രമിച്ചല്ലോ. എല്ലാവർക്കും കേരളത്തിൽ വരാൻ കേരളത്തിൽ വരുമ്പോൾ ഭരണം കിട്ടുന്നതൊക്കെ ഉറപ്പുണ്ട്. എൻ്റെ പൊന്ന് കോൺഗ്രസ് നേതാക്കളെ, UDF നേതാക്കളെ, UDF ഒന്നും ഇല്ല, ഇപ്പം ചിഹ്ന ഭിന്നായില്ലോ. ഇപ്പം ഞങ്ങളിത് 24 വെള്ളിയാഴ്ച എറണാകുളത്ത് ഒരു യോഗം കൊടുത്തത്. ഞാനല്ല, എന്നെക്കാൾക്ക് മിടുക്കരായ കുറേയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള പക്വതയും പാകതയുള്ള ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ തീരുമാനമെടുക്കും. അത് UDFന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുന്നത്. എന്ത് തീരുമാനമെടുക്കുക? അറ്റ് എനി കോസ്റ്റ്, എന്ത് നിലക്കും UDFനെ അധികാരത്തിൽ എത്തിക്കണം. പക്ഷേ LDF ഇപ്പോൾ ഏതായാലും പാകം. ഇനിയിപ്പോൾ LDFന് ഈ തവണ അധികാരം കിട്ടിയില്ല, അവർക്ക് ഒരു ക്ഷീണമല്ല. എല്ലാവരും വെൽറ്റൂടാണ്, എല്ലാവരും വേണ്ടുപോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം എന്ത് ചെയ്യണം എന്നുള്ളത്. UDF എന്ത് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാമെന്നേ, ഞങ്ങൾ പറഞ്ഞു തരാമെന്ന്. അല്ലെങ്കിൽ എളി വരാൻ ഞാനുണ്ട്, എൻ്റെയും ചിന്തയൊക്കെ അതിൽ വരും. കാരണം അല്ലെങ്കിൽ വലിയ വലിയ പ്രതിസന്ധി നേരിട്ട് വരും കോൺഗ്രസ്. അതിനുമുമ്പായിട്ട് ഇപ്പോൾ 8-ാം തീയതി അറിയാം ഡൽഹിയിൽ ഇത് എങ്ങനെ വരുന്നുള്ളത്. ഒരു പ്രതീക്ഷയില്ല.
അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കോൺഗ്രസ് നേതാക്കളോടും രാഹുൽ ഗാന്ധിയും പ്രിയങ്കോട് പറയണം, 20% മുസ്ലിം സമുദായത്തെ അതിൽ നേതാക്കളിൽ അവരുടെ പേര് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് ഭയമാണ് എങ്കിൽ നിങ്ങൾ രാജ്യം ഭരിക്കാൻ അർഹനല്ല, അൺഫിറ്റായിരിക്കും. കാരണം ധൈര്യമാണ് പറയണമെങ്കിൽ. അന്തോണി പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടി പോലും അങ്ങനെ പറഞ്ഞില്ല. അവരൊന്നും പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നില്ലല്ലോ. കേരള രാഷ്ട്രീയം അന്തോണി ദേശീയ പോലും പ്രധാനമന്ത്രി ഇല്ല. രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, പ്രിയങ്കയ്ക്ക്. അവരെങ്കിലും വന്നാൽ ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവിടെയാണ് ഞാൻ ഈ അന്തോണിയും പിണറായി സഖാവിനും താരതമ്യം ചെയ്ത് പറഞ്ഞത്. അത് പറഞ്ഞ് ഞാൻ നിർത്തിയാണ്. മറ്റേ മാറാട് സംഭവത്തിൽ ചെന്നപ്പോഴേ ആന്റണി മുഖ്യമന്ത്രി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോകുന്നത്, അവർ രണ്ടുപേരും അവിടെ ചെന്നു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് വന്നു. അവിടെ കുമ്മൻ രാജശേഖരൻ താഴെ വീട്ടില്ല, കാക്കാരെ നിലയ്ക്ക് വിട്ടില്ല. അപ്പോൾ ഈ മണ്ഡനായ ബുദ്ധിശൂന്യനായ ആന്റണി എന്താ പറയുക, എന്നാൽ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് റെസ്റ്റ് ഹൗസ് പോയി റെസ്റ്റ് പോകണം. റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് റെസ്റ്റ് ഹൗസ് തന്നെ. അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് പോയി റെസ്റ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഇയാൾ ഒറ്റയ്ക്ക് പോയി. അതേ സ്ഥലത്ത് പിറ്റേ ദിവസം ഈ പറഞ്ഞ പിണറായി സഖാവ് വന്നു. സഖാവിന് കൂടി 2 മുസ്ലിങ്ങളുണ്ടായിരുന്നു, വളവന കരീമും VKC മുഹമ്മദും. അവിടെയും പിന്നെ ഈ BJPയുടെ ആൾ പറഞ്ഞു, അപ്പം കൈ തട്ടിപ്പറ്റിക്കൊണ്ട് പിണറായി സഖാവ് മാറിക്കണോ എന്നുകൊണ്ട് അവരൊക്കെ 3 കൊണ്ട് അകത്ത് പോയി. ആ ആത്മധൈര്യത്തെയാണ് ഞങ്ങൾ പിണറായിയിൽ കണ്ടത്. പക്ഷെ പിണറായിക്ക് ഇപ്പോൾ ഒരു അപകടം പറ്റി, അത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അങ്ങനെ ആയിപ്പോയി, എന്തോട്ടെ. അപ്പം അങ്ങനെയുള്ള ഗഡ്സ് കാണിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. ഒരു കാര്യം പറയേണ്ടത് വിട്ടുപോയിട്ടുണ്ടെന്നറിയോ? ഇത്രയും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയാണ് ഗോമൂത്രം പനിക്ക് നല്ലതാണ്. ഉടനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്ക് ചെയ്തിട്ട് 21-ൽ പരം ബാക്ടീരിയയുടെ പ്രവർത്തനമുണ്ട്, മോശമാണ് ആരോഗ്യത്തിന് ഗോമൂത്രം എന്ന് പറഞ്ഞു. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? പൊന്ന് സഹോദരങ്ങളെ, ഇന്ത്യയിലെ ഹിന്ദു സമുദായമേ, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാറ്റി നല്ല വിശ്വാസത്തിലേക്ക് വന്ന് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ശാസ്ത്രീയമായി തെളിയിച്ച് മുന്നോട്ട് പോകണം. അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നത്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.